APZ Limited has two divisions, X, Y, with full profit responsibility. എന്ന് പറഞ്ഞാൽ ഇവര് responsibility centers ആണ്. Division X produces component GEX, which is supplied to both Division Y and external customers. അപ്പോൾ ഈ GEX എന്ന് പറഞ്ഞ സാധനം Division Y ക്കും കൊടുക്കുന്നുണ്ട്, external customersനും പോകുന്നുണ്ട്. Division Y produces a product called Jextin, which incorporates component GEX. For 1 unit of Jextin, 2 units of component GEX and other materials are used. അപ്പോൾ ഇത് ഇമ്പോർട്ടന്റ് ആണ്. ഒരു Jextin ഉണ്ടാക്കാൻ 2 GEX വേണം. Till date, Division Y has always bought component GEX from Division X at ₹50 per unit, since the lowest price at which the component GEX could have been bought by Division Y was 52 per unit. അപ്പോൾ ഇത്രയും നാള് Division Y GEX എന്ന് പറഞ്ഞ സാധനം Division X ന്നാണ് വാങ്ങിക്കുന്നത്, 50 രൂപയ്ക്കാണ്. കാരണം പുറത്തുനിന്ന് വാങ്ങിച്ച external buying price 52 rupees ആണ്. Division X charges the same price for component GEX to both Division Y and external customers. But Division X രണ്ടു പേർക്കും, അതായത് ഇന്റേണൽ ട്രാൻസ്ഫർ ആണെങ്കിലും എക്സ്റ്റേണൽ സെയിൽ ആണെങ്കിലും 50 രൂപയാണ് ചാർജ് ചെയ്യുന്നത്. However, it does not incur selling and distribution cost when transferring internally. അത് ഇമ്പോർട്ടന്റ് ആണ്. ഇന്റേണലി ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ കോസ്റ്റ് വരുന്നില്ല. Division Y has received a proposal from a new supplier who has offered to supply component GEX for 47 per unit for at least the next 3 years. അപ്പോൾ അടുത്ത 3 വർഷത്തേക്ക് ഞാൻ 47 രൂപയ്ക്ക് നിങ്ങൾക്ക് തരാം എന്ന് പറഞ്ഞിട്ട് ഒരു എക്സ്റ്റേണൽ സപ്ലയർ വന്നിട്ടുണ്ട് ഡിവിഷൻ വൈയുടെ അടുത്തേക്ക്. Manager of Division Y requests the manager of Division X to supply the component GEX at or below 47 rupees per unit. അപ്പോൾ പ്രൈസ് കുറയ്ക്കാൻ ഇന്റേണൽ ട്രാൻസ്ഫർ 47 രൂപയാക്കാൻ പറഞ്ഞു ഡിവിഷൻ Y മാനേജർ. Manager of Division X is not ready to reduce the transfer price since the divisional performance evaluation is based on profit margin ratio. അപ്പോൾ പ്രോഫിറ്റിനെ ബേസ് ചെയ്താണ് പ്രോഫിറ്റ് മാർജിൻ റേഷ്യോ എന്ന് പറഞ്ഞാൽ നെറ്റ് പ്രോഫിറ്റ് ടു സെയിൽസ് റേഷ്യോ ഒക്കെ ആയിരിക്കും അല്ലെ. അങ്ങനത്തെ റേഷ്യോനെ ബേസ് ചെയ്താണ് എന്താണ് ഇൻഡിവിജ്വൽ ഡിവിഷന്റെ പെർഫോമൻസ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ അത് കുറയുമല്ലോ. ഇപ്പോ 50 റുപ്പീസിനാണ് ഡിവിഷൻ എക്സ് ട്രാൻസ്ഫർ ചെയ്യണത്, അത് 47 ആക്കുമ്പോൾ ഡിവിഷൻ എക്സിന്റെ ട്രാൻസ്ഫർ ഇത് കുറയും, പ്രോഫിറ്റ് മാർജിൻ റേഷ്യോ കുറയും. അതുകൊണ്ട് ഡിവിഷൻ എക്സിന്റെ മാനേജർ സമ്മതിക്കുന്നില്ല. The following additional information is made available to you. സെല്ലിംഗ് പ്രൈസ് തന്നിട്ടുണ്ട്, വേരിയബിൾ കോസ്റ്റ് എന്തൊക്കെയാന്ന് നോക്കിയേ, ഡയറക്റ്റ് മെറ്റീരിയൽ കോസ്റ്റ്, അതർ മെറ്റീരിയൽസ് ജെക്സ്. ഇതെന്താന്ന് മനസ്സിലായോ? ഇത് 100 രൂപ എങ്ങനെയാണെന്ന് മനസ്സിലായോ? കറണ്ട് ട്രാൻസ്ഫർ പ്രൈസ് ഇൻറ്റു 2 കേട്ടോ. ഒരു ജെക്സിന് ഉണ്ടാക്കാൻ 2 ജെക്സ് വേണം. അപ്പോൾ ബാക്കി ലേബർ വേരിയബിൾ കോസ്റ്റ് ഒക്കെ തന്നിട്ടുണ്ട്. ലേബർ, മാനുഫാക്ചറിങ്, സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ, കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ്. സെല്ലിംഗ് പ്രൈസിൽ നിന്ന് വേരിയബിൾ കോസ്റ്റ് മൈനസ് ചെയ്താൽ കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ്. ഒരു കാര്യം ശ്രദ്ധിക്കണം, ഇന്റേണൽ ട്രാൻസ്ഫർ ആണെങ്കിൽ എന്ത് വേണ്ട, സെല്ലിംഗ് ആൻഡ് ഇത് വേണ്ട. ഇന്റേണൽ ട്രാൻസ്ഫറിന് ഇത് ആവശ്യമില്ല കേട്ടോ. ആനുവൽ ഫിക്സഡ് കോസ്റ്റ് തന്നിട്ടുണ്ട്, ആനുവൽ എക്സ്റ്റേണൽ ഡിമാൻഡ് തന്നിട്ടുണ്ട്, കപ്പാസിറ്റി ഓഫ് ദ പ്ലാന്റ് തന്നിട്ടുണ്ട്. ശരി. റിക്വയർഡ് കാൽക്കുലേറ്റ് ദ പ്രസന്റ് പ്രോഫിറ്റ് ഓഫ് ഈച്ച് ഡിവിഷൻ ആൻഡ് ദ കമ്പനി ആസ് എ ഹോൾ. ഓരോ ഡിവിഷന്റെയും കമ്പനിയുടെയും പ്രസന്റ് പ്രോഫിറ്റ് വേണം. ഓക്കെ, അപ്പോ അത് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുമല്ലോ. 3 കോളം ഇട്ട് അങ്ങോട്ട് ചെയ്താൽ മതിയല്ലോ. ഒരു മിനിറ്റ്, നമുക്ക് ചെയ്യാം. ഞാൻ ചെയ്യത്തില്ല, നിങ്ങൾ തന്നെ ചെയ്യണം. ഞാൻ ജസ്റ്റ് ഫോർമാറ്റ് മാത്രം തരാം. അപ്പോൾ ആദ്യം നമുക്ക് യൂണിറ്റ്സ് ഒന്ന് ഡിസ്കസ് ചെയ്യാം. അതായത് ഡിവിഷൻ എക്സിന്റെ കാര്യം പറയാം നമുക്ക്. ഡിവിഷൻ എക്സിന്റെ എത്ര യൂണിറ്റ്സ് വെച്ചിട്ടാണ് നമ്മൾ പ്രോഫിറ്റബിലിറ്റി കണ്ടുപിടിക്കാൻ പോണെന്നൊന്ന് പറഞ്ഞേ. കറണ്ട് ആണ് കേട്ടോ, ഇപ്പോഴത്തെയാണ്. അതായത് 50 റുപ്പീസ് ആണ് ട്രാൻസ്ഫർ പ്രൈസ്, അല്ലാണ്ട് 47 ഒന്നും ആക്കിയിട്ടില്ല. അതിന് മുമ്പത്തെയാണ് ചെയ്യേണ്ടത്.
യൂണിറ്റ്സ് എന്ന് പറഞ്ഞാടാ, എത്ര യൂണിറ്റ്സ് വെച്ച് ചെയ്യാൻ പോകണമെന്ന് പറ, എനിക്ക് അതറിഞ്ഞോ. 5,40,000. എത്ര? 5,40,000. അല്ല 5 lakh 3 lakh 5 lakhs 5 lakhs എങ്ങനെയാന്ന് പറ. 2,40,000 ട്രാൻസ്ഫർ ചെയ്യുന്നതും അപ്പം എക്സ്റ്റേണൽ ഡിമാൻഡ് 3 lakh മുഴുവൻ ചെയ്യാൻ പറ്റില്ല. എക്സ്റ്റേണൽ 260. ഡിവിഷൻ വൈഡ് 1,20,000. ഈ 1,20,000 ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് 2,40,000 ജെക്സ് ഇന്റേണലി പർച്ചേസ് ചെയ്യണത്. ക്ലിയർ ആണോ? സഫാന ക്ലിയർ ആണോ? Clear. അപ്പൊ എക്സ്റ്റേണൽ ഡിമാൻഡ് 3 lakh എടുക്കാൻ പറ്റത്തില്ല കേട്ടോ, കാരണം നമുക്ക് അത്രയുള്ള കപ്പാസിറ്റി ഇല്ല. അപ്പൊ ഇന്റേണൽ ട്രാൻസ്ഫർ കൊടുക്കുന്നുണ്ടെന്ന് ഇപ്പൊ പറയുന്നുണ്ടല്ലോ, കാരണം ഇവര് പറയുന്നുണ്ട് എൻറ്റയർ പർച്ചേസ് ഇസ് ഫ്രം ഇന്റേണൽ ട്രാൻസ്ഫർ എന്ന് മുകളിൽ എവിടെയോ പറയണില്ലേ. ഇവരിപ്പോ ഇന്റേണലി ആണ് വാങ്ങിക്കുന്നത് എന്ന് പറയുന്നുണ്ട്. നോക്കിയേ ഇവിടെ, till date division X has always bought component from division Y has always bought component X from division X എന്ന് പറയുന്നുണ്ട്. അപ്പൊ അതിനർത്ഥം ഇവര് 1,20,000 യൂണിറ്റ്സ് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ it means they are purchasing 2,40,000 ജെക്സ് from division X. അപ്പൊ ബാക്കി എത്ര ഉണ്ടാവുള്ളൂ? എക്സ്റ്റേണൽ ഡിമാൻഡിന് 2,60,000 എക്സ്റ്റേണൽ ഡിമാൻഡ് മാത്രമേ, എക്സ്റ്റേണൽ സെയിൽസ് മാത്രമേ ഇവര് ചെയ്യുന്നുണ്ടാവുള്ളൂ. അപ്പൊ ഇതാണ് യൂണിറ്റ്സ്. ഇതിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് ചെയ്യാം. ഓക്കെ, അപ്പൊ സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ അത് മാത്രം ഒന്ന് എഴുതിയെടുത്തോ. ഇത് ഫസ്റ്റ് ലൈൻ ഇത് മാത്രം ഒന്ന് എഴുതിയെടുത്തോളാം, എന്നിട്ട് നമുക്ക് പ്രോഫിറ്റബിലിറ്റി ചെയ്യാം. ഒരു സാധനം കൂടി ഇരിക്കോ. ഡിവിഷൻ വൈ പ്രൊഡ്യൂസസ് 1,20,000 യൂണിറ്റ്സ് ഓഫ് ജസ്റ്റിൻ. എന്നിട്ട് ഇവിടെ ഒരു സാധനം കയറ്റാൻ പോവാണ്, ഒരു പോയിന്റ് കയറ്റാൻ പോവാണ്. ഇറ്റ് ഈസ് ഗിവൺ ദാറ്റ് ഡിവിഷൻ വൈ പ്രൊക്യൂർസ്, ഇത് കഴിഞ്ഞിട്ടാ, ഇത് കഴിയുമ്പോൾ എഴുതേണ്ടതാണ്. ഇറ്റ് ഈസ് ഗിവൺ ദാറ്റ് ഡിവിഷൻ വൈ പ്രൊക്യൂർസ് component JEX from division X. Component JEX from division X. Clear അല്ലേ? എന്നിട്ട് പിന്നെ ഇത് എഴുതിക്കോ, ഒരു യൂണിറ്റ്, each unit of Jextin requires 2 units of JEX. Each unit of Jextin requires 2 units of JEX. Okay. Therefore, it procures 2,40,000 units of JEX from division X. 2,40,000 purchase ചെയ്യണം. ഇനി ഡിവിഷൻ എക്സിന്റെ കപ്പാസിറ്റി 5 lakh ആണ്. 2,40,000 is transferred to division Y. ബാക്കി external customers. Okay. എഴുതിയാടാ? അഭിജിത്ത് എഴുതിയടാ? ശരി, ഇനി ഇതിന്റെ ആൻസർ ഞാൻ ചെയ്തിട്ടൊന്നുമില്ല, ഞാൻ ചെയ്യണമില്ല. ഇതാണ് ഹെഡിങ്, ഇത് മാത്രം എഴുതിയെടുത്തോ, എന്നിട്ട് തന്നെ ചെയ്യണം. ചെക്ക് ചെയ്യാം. ഇതൊന്നും വേണമെന്നില്ല. പെർട്ടിക്കുലേഴ്സ്, ഡിവിഷൻ എക്സ്, ഡിവിഷൻ വൈ, ടോട്ടൽ. അപ്പൊ സ്പ്ലിറ്റ് ചെയ്ത് എഴുതണം. എന്തുകൊണ്ടാ സ്പ്ലിറ്റ് ചെയ്ത് എഴുതണത്? വ്യത്യാസം ഉണ്ടല്ലോ, സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഇല്ല, അങ്ങനെയൊക്കെ വ്യത്യാസം ഉള്ളതുകൊണ്ട് സ്പ്ലിറ്റ് ചെയ്ത് എഴുതുകയാണ്. എക്സ്റ്റേണൽ സെയില്, ഇന്റേണൽ സെയില്, ടോട്ടൽ, ഈ രണ്ടും കൂടെ ആഡ് ചെയ്ത ടോട്ടൽ കിട്ടും. അതേപോലെ ഡിവിഷൻ ബൈ. ഈ കോളം ഹെഡിങ് എഴുതി വെച്ചോ,
എന്നിട്ട് തന്നെ ചെയ്യാം. അപ്പോ ഇതാണ് നമുക്ക് കിട്ടിയത്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇതിന്റെ സെക്കൻഡ് പാർട്ട്. ഒരു മിനിറ്റ്, ജിനു കിട്ടിയ ആളാ? ഓക്കെ, അപ്പൊ സെക്കൻഡ് പാർട്ട് വീണ്ടും. അപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യൻ കാൽക്കുലേറ്റ് ആയിരുന്നു, സെക്കൻഡ് അനലൈസ്. Analyze the impact on the total annual profit of each division and the company as a whole if division Y accept the offer of the new supplier. അപ്പൊ പുതിയ സപ്ലയറിന്റെ ഓഫർ അക്സെപ്റ്റ് ചെയ്താ ഓരോ ഡിവിഷന്റെ പ്രോഫിറ്റിനെ എങ്ങനെ ബാധിക്കും, അതേപോലെ ടോട്ടൽ പ്രോഫിറ്റിനെ എങ്ങനെ ബാധിക്കും. അപ്പൊ ആദ്യം നമുക്ക് ടോട്ടൽ പറയാം, പിന്നെ നമുക്ക് ഓരോ ഡിവിഷനെ കുറിച്ച് സംസാരിക്കാം. അപ്പോ നിങ്ങൾ തന്നെ നോക്കിയിട്ട് പറ, ടോട്ടൽ പ്രോഫിറ്റിൽ എന്ത് പറ്റും എന്ന് പറയണം. അഭിജിത്ത് അത് പറ. ഓരോരുത്തരും ഓരോ ഡിവിഷന്റെ പറയാം. ആദ്യം അഭിജിത്ത് ടോട്ടലിന്റെ പറ. ജിനു ഡിവിഷൻ എക്സ് പറയണം, സഫ്വാന ഡിവിഷൻ വൈ പറയണം കേട്ടോ. അങ്ങനെ പക്ഷെ നമുക്ക് ഓരോന്ന് കഴിഞ്ഞ് പോവാം. അപ്പൊ ആദ്യം ടോട്ടലിനെ കുറിച്ച് ആലോചിച്ചു എല്ലാവരും, എന്നിട്ട് അഭിജിത്ത് പറ. എന്താണ് ഓഫർ അതൊന്നും കൂടെ നോക്കട്ടെ. ഡിവിഷൻ വൈക്ക് ഒരു പുതിയ പ്രപ്പോസൽ കിട്ടി. 47 രൂപയ്ക്ക് ഒരു സപ്ലയർ നമുക്ക് സെല് ചെയ്യും. ഓക്കെ, ആ ഓഫർ അക്സെപ്റ്റ് ചെയ്താല് ടോട്ടൽ പ്രോഫിറ്റിൽ എന്ത് പറ്റും? ഇമ്പാക്ട് ഓൺ ദി ടോട്ടൽ ആനുവൽ പ്രോഫിറ്റ് കമ്പനിയുടെ പറയണം. അപ്പൊ നമുക്ക് ഇപ്പോഴത്തെ പ്രോഫിറ്റ് അറിയാം, അത് കുറയോ കൂടുവോ? അത് കൂടുക കുറയാണെങ്കിൽ അത് എങ്ങനെയാണ് ആ ഡിഫറൻസ് വരുന്നതെന്നും കൂടെ പറയണം. ടോട്ടലി കമ്പനിക്ക് ലോസ് വരും. അപ്പോൾ ടോട്ടൽ പ്രോഫിറ്റ് ഓഫ് ദ കമ്പനി വിൽ ഡിക്രീസ് ബൈ ഹൗ മച്ച്? 9,12,000. So total profit of the company will decrease by 9 lakh rupees, 9,12,000. Okay, so how we are going to arrive at this 9 lakh? How did we arrive at this 9,12,000? What are the changes that is going to happen? Adu kuda parayanam, adha oru detailed analysis. സാർ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പ്രോഫിറ്റിന്റെ എലമെന്റ് നോക്കി പറഞ്ഞു. മനസ്സിലായി, നീ പറഞ്ഞല്ലോ 9,12,000 കുറയുന്നു. പ്രോഫിറ്റിന്റെ ഡിഫറൻസ് ആണ് സമ്മതിച്ച്. അതെങ്ങനെയാ കണ്ടുപിടിച്ചത്? എന്താ പറ്റിയത്? എന്തൊക്കെയാ പറ്റിയേക്കുന്നത്? ഇപ്പം വൈ ഡിവിഷനിൽ 7,20,000 അഡീഷണൽ പ്രോഫിറ്റ് വരും. In division Y there will be an additional profit of 7,20,000. അതെങ്ങനെയാ വന്നത് ഡിവിഷൻ വൈയിൽ? 3 per unit. അല്ല വേണ്ട, അത് ഇനി ഓരോരുത്തരുടെ അടുത്ത് ചോദിക്കാം, മറ്റേ അവരുടെ അടുത്തൊക്കെ ചോദിക്കാം. അപ്പൊ നിന്റെ ഇതനുസരിച്ച് 9,12,000 വരും എന്നാണ്. ശരി, അവിടെ നിൽക്കട്ടെ. ജീനു പറ, ഡിവിഷൻ വൈ എക്സിന്റെ പറടാ. ഡിവിഷൻ എക്സിൽ എന്ത് പറ്റും? ഡിവിഷൻ എക്സിന്റെ പ്രോഫിറ്റ് കുറയും. Profit of division X will decrease by how much? 1,60,000. Profit of division X will decrease by 1,60,000. എങ്ങനെയാ അത് പറയുന്നത്? ഇപ്പോഴത്തെ പ്രോഫിറ്റ് 49,60,000. അതില് കറന്റ് പ്രോഫിറ്റ്, ഇന്റേണൽ സെയിൽ ഉണ്ടാവില്ല, എക്സ്റ്റേണൽ സെയിൽ ഫുൾ ഡിമാൻഡ് മീറ്റ് ചെയ്യാൻ പറ്റും. അപ്പോ വരുന്ന പ്രോഫിറ്റ് പ്രോഫിറ്റിന്റെ ഫിഗറിൽ തെറ്റാണെന്ന് തോന്നണോ? ഫിഗർ $8 lakh profit. 8 lakh പ്രോഫിറ്റ് കുറയുന്നാണോ? അല്ല, 8 ലക്ഷത്തിന്റെ കുറവ് വരും എന്നാണോ? ഇനിയുള്ള പ്രോഫിറ്റ് 8 lakh ആവും. ഇനിയുള്ള പ്രോഫിറ്റ് 8 lakhs ആവും. ഓക്കെ, അപ്പൊ ഡിഫറൻസ് എത്രയാണോ ആ ഫിഗർ അത്രയും കുറയും അല്ലെ? അപ്പൊ എന്തൊക്കെ സംഭവിക്കുന്നത് നമുക്കൊന്ന് നോക്കാം. സംഭവിക്കുന്നത്, what will happen to division X? Since division Y is going to purchase from an external supplier,
division X will lose the contribution from internal transfer, alle internal transfer na contribution പോകും. So എത്രയാ contribution? ഇവിടെ ഉണ്ടായിരുന്നല്ലോ 48 lakhs. 48 lakhs ആണോ? അതെ. So 48 lakhs ന്റെ contribution പോകും. But എന്താ സംഭവിക്കുന്നത്? Since the division X is having some external some additional capacity, it can completely fulfill the external demand. Thereby external sales will increase by 40,000 units. External sale 40,000 രൂപ കൂടും. So contribution from external sale is ₹16 per unit. So this 40,000 into 16, additional contribution will be 6,40,000. അപ്പൊ നീ പറഞ്ഞ ഫിഗറിൽ തെറ്റുണ്ടല്ലോ. ഫിഗറിൽ എന്താ 41,60,000 വ്യത്യാസമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അതാണോ? വേറെ ആരെങ്കിലും കണ്ടുപിടിച്ചായിരുന്നു? 41.6 lakhs ആണ്. കാരണം രണ്ട് ചേഞ്ച് ആണ്. ഒന്ന് ഈ 48 lakhs അങ്ങോട്ട് പോകും അല്ലെ. പക്ഷെ now the division X can completely fulfill the external demand. So additional 40,000 units സെൽ ചെയ്യാൻ പറ്റും. അപ്പോൾ അവിടെ കുറച്ച് കോൺട്രിബ്യൂഷൻ കൂടും. ഇതാണ് ഡിവിഷൻ എക്സിൽ. ഇനി ഡിവിഷൻ വൈയിൽ എന്ത് വരുമോ സഫാന? ഡിവിഷൻ വൈയിൽ ഗെയിൻ ഉണ്ടാവും 3.6 lakhs. ഡിവിഷൻ വൈ there will be a gain of 3.6 lakhs. ഒരു മിനിറ്റ്. അപ്പോൾ 41,60,000 മൈനസ് 3.6 lakhs കൊടുത്തു വയ്ക്കാം. അഭിജിത്ത് പറഞ്ഞത് 38 lakhsന്റെ ഡിഫറൻസ് എന്നാണോ? ഞാൻ 1,12,000 ഞാൻ നോക്കിയില്ല. 40,000ന്റെ കോൺട്രിബ്യൂഷൻ. അപ്പൊ എത്ര ആൻസർ നിന്റെ? 8 lakh. മൊത്തം 8 lakhsന്റെ ഡിഫറൻസ് വരും എന്നാണ് പറയണത് അല്ലേ? ശരി, നോക്കട്ടെ. സഫാനേടെന്ന് പറഞ്ഞാ അപ്പൊ എന്താ സംഭവിക്കുന്നത്? ഒന്ന് 41.6 lakhs എക്സ്റ്റേണൽ ലോസ് വരും എക്സ് ഡിവിഷനിൽ. വൈയിൽ 3.6 lakhs ഗെയിൻ വരും. ഡിഫറൻസ് 38 lakhs കമ്പനിയിൽ. ഓക്കെ. വൈയിൽ എന്തൊക്കെയാ വരുന്നതെന്ന് പറഞ്ഞാൽ വൈയിൽ ശരിക്കും സംഭവിക്കാൻ പോണത് ഗെയിൻ അല്ലേ? ആകെ ഒരു ഗെയിൻ മാത്രമല്ലേ വരുള്ളൂ. 3 rupees into 47 കിട്ടും. അപ്പൊ 3 അല്ലടാ, അവിടെ ഒരു തെറ്റുണ്ട് കേട്ടാ. 3 into 1.2 അല്ല, അത് 6 into 1.2 അല്ലേ? എന്താ 6 എന്ന് മനസ്സിലായോ? ഒരു യൂണിറ്റ് ജെക്സിന് ഉണ്ടാക്കണമെങ്കിൽ 2 യൂണിറ്റ് ജെക്സ് വേണ്ടേ? അപ്പൊ 3 + 3യുടെ ലാഭം ഉണ്ടാവൂലേ? 6. അപ്പൊ 6 into 1.2 വരുമ്പോ 7,20,000 അല്ലെ? അപ്പൊ നിന്റെ ആൻസർ ഒന്ന് റീവർക്ക് ചെയ്തിട്ട് പറഞ്ഞാൽ എത്രയാണ്? കമ്പനിക്ക് 34.4 lakhs. കമ്പനിക്ക് 34.4 lakhsന്റെ ബെനിഫിറ്റ് ഉണ്ടാവുന്നാണോ അല്ലെങ്കിൽ ലോസാ? ലോസ് ഉണ്ടാവും. ഡിവിഷൻ വൈഡ് എങ്ങനെയാ പറഞ്ഞത് നീ? ഡിവിഷൻ വൈക്ക് അപ്പൊ എന്തായിരിക്കും? 7.2 lakhs ഗെയിൻ. 7.2 lakhs ഗെയിൻ. ഓക്കെ. അപ്പൊ എല്ലാവരും അവരവരുടെയൊക്കെ പറഞ്ഞു. അഭിജിത്ത്, നിന്റെ എന്തെങ്കിലും ചേഞ്ച് ഉണ്ടോടാ ഇപ്പൊ? നമുക്ക് നോക്കാം. ഇനി ഇപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്തില്ലേ, നമുക്ക് നോക്കാം. ആൻസർ ഒന്ന് നോക്കട്ടെ. ഇതാണ് വരേണ്ടത്. നെറ്റ് ലോസ് ടു ദ കമ്പനി 34.4 lakhs ആണ് വരേണ്ടത്. അപ്പൊ നമുക്കത് എങ്ങനെയാന്ന് നോക്കാം, എന്നിട്ട് ചെയ്യാം. ഓക്കെ. അപ്പോ നോക്കിയേ, ഞാൻ ആ റെലവന്റ് കോസ്റ്റ് ബേസിസിലാണ് ചെയ്തേക്കുന്നത്. റെലവന്റ് കോസ്റ്റ് ടു ദ കമ്പനി ഓൺ മാനുഫാക്ചറിങ് ആൻഡ് ട്രാൻസ്ഫറിങ് 1 unit ഓഫ് ജെക്സ് ടു ഡിവിഷൻ വൈ വിൽ ബി 30 അല്ലെ 30 രൂപ മതി അത് ഉണ്ടാക്കാൻ. ഡിവിഷൻ വൈ പുറത്തുനിന്ന് വാങ്ങിക്കുന്നത് 47 രൂപയ്ക്കാണ്. ഓക്കെ. അപ്പോ ആനുവലി എത്ര ലോസ് വരും? 40,80,000 ലോസ് വരും. എങ്ങനെയാണ്? 2,40,000 യൂണിറ്റ്സ് ഇൻറ്റു 17 രൂപ. അത് ഒരു സൈഡ് കേട്ടാ. പക്ഷേ എന്താണ് ഡിവിഷൻ എക്സ് എന്താണ് ഇന്റേണൽ ട്രാൻസ്ഫർ ചെയ്യാതിരിക്കുമ്പോൾ അതിന് എന്ത് പറ്റും?
എക്സ്റ്റേണൽ സെയിൽ ഫുള്ളി കേറ്റർ ചെയ്യാൻ പറ്റും അല്ലെ, ഒരു അഡീഷണൽ 40,000 രൂപ കൂടി കേറ്റർ ചെയ്യാൻ പറ്റും എന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ ആ വഴിക്ക് കുറച്ച് എക്സ്ട്രാ കോൺട്രിബ്യൂഷൻ കിട്ടും. എത്ര രൂപ? 40,000 into 16, 6,40,000. അപ്പൊ ഇതിന്റെ നെറ്റ് ആണ് 34,40,000. ഇതിൽ അഭിജിത്തിന്റെ എന്താണ് അതിനെ പറ്റിയ മിസ്റ്റേക്ക് ഒന്ന് നോക്കിയേ. ഞാൻ ഫിഗർ കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ ഞാൻ ടോട്ടൽ എമൗണ്ട് എടുത്തത്. ടോട്ടൽ എമൗണ്ട് എങ്ങനെയാ? അല്ല സാർ, ഞാനത് കോൺട്രിബ്യൂഷൻ എടുത്ത് വന്നിരിക്കും. കോൺട്രിബ്യൂഷൻ. അപ്പൊ ഇതാണ് ടോട്ടൽ കമ്പനിയുടെ കേട്ടോ. അനലൈസ് എന്ന് പറഞ്ഞേക്കുന്നതുകൊണ്ട് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞേക്കാണ്. ഓക്കെ, കമ്പനിയിൽ എന്ത് ഇമ്പാക്ട് ഉണ്ടാവും അതെങ്ങനെയാണെന്നും കൂടെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇത് ക്ലിയർ അല്ലേ? ഒന്നും കൂടെ വായിക്കണോ? ഓക്കെ, എന്താ പറഞ്ഞത്? റെലവെന്റ് കോസ്റ്റ് പറഞ്ഞു. ഒരു യൂണിറ്റ് ജെക്സ് ഉണ്ടാക്കി എടുത്ത് ട്രാൻസ്ഫർ ചെയ്യാൻ കമ്പനിക്ക് 30 രൂപ വരുള്ളൂ. വേരിയബിൾ കോസ്റ്റ് 30 അല്ലേ? ഇത് തന്നെ ഉണ്ടാക്കിയെടുത്ത് ട്രാൻസ്ഫർ ചെയ്യാൻ ഇത്രയും കോസ്റ്റേ വരത്തുള്ളൂ, 30 രൂപ. പക്ഷെ പുറത്തുനിന്ന് വാങ്ങിക്കാൻ പോണത് 47 രൂപയ്ക്കാണ്. അങ്ങനെ 2,40,000 യൂണിറ്റ്സ് പുറത്തുനിന്ന് വാങ്ങിച്ചാൽ എത്ര രൂപ ലോസ് വരും? 2,40,000 into 17, ഇത്രയും ലോസ് വരും. പക്ഷെ നെറ്റ് അത്രയും ലോസ് വരില്ല. കാരണം പുറത്തുനിന്ന് വാങ്ങിച്ച എന്താ ഗുണം? ഡിവിഷൻ എക്സിന് പിന്നെ എന്ത് ചെയ്യാൻ പറ്റും? എക്സ്റ്റേണൽ സെയിൽ ഫുള്ളി കേറ്റർ ചെയ്യാൻ പറ്റും അല്ലെ. 3 ലക്ഷമാണ് അതിന്റെ എക്സ്റ്റേണൽ ഡിമാൻഡ് ഉള്ളത്. ഇപ്പോൾ 2,60,000 എക്സ്റ്റേണൽ ഡിമാൻഡ് സാറ്റിസ്ഫൈ ചെയ്യുന്നുള്ളത്. ബാക്കി 40,000 യൂണിറ്റ്സും കൂടെ സെല് ചെയ്യാൻ പറ്റും. അപ്പൊ കുറച്ച് കോൺട്രിബ്യൂഷൻ കിട്ടും, 6,40,000. അത് നെറ്റ് ചെയ്തിട്ടാണ് 34,40,000 എന്ന് പറഞ്ഞേക്കുന്നത്. ജിനു ക്ലിയർ ആണോടാ? ഇനി നിങ്ങൾ പറഞ്ഞ പോലെ ഓരോ ഡിവിഷന്റെ കാര്യം പറഞ്ഞേക്കാണ്. അപ്പൊ ജിനു ഫസ്റ്റ് ഡിവിഷൻ എക്സിന്റെ കാര്യം പറഞ്ഞില്ലേ? എന്താ ചെയ്തേക്കണത്? ഞാൻ നമ്മുടെ നേരത്തെ ചെയ്ത സ്റ്റേറ്റ്മെന്റ് ഇല്ലേ, അതുപോലെ ചെയ്തേക്കാണ്. അതായത് ഡിവിഷൻ എക്സിന് ഇനി എന്താ സംഭവിക്കാൻ പോണത്? ഡിവിഷൻ എക്സിന് എക്സ്റ്റേണൽ സെയിൽ മാത്രമേ ഉള്ളൂ, 48 lakhs. 3 ലക്ഷം എക്സ്റ്റേണൽ സെയിൽ ചെയ്യാൻ അല്ലെ, 48 lakhs. അതിൽ നിന്ന് ഫിക്സഡ് കോസ്റ്റ് അങ്ങ് മൈനസ് ചെയ്ത്. അപ്പൊ ഇത് ഇങ്ങനെ തന്നെ ചെയ്യണം എന്നൊന്നുമില്ല. വേണമെങ്കിൽ ഡയറക്ട്ലി എന്ത് ചെയ്യാം? നേരത്തെ പറഞ്ഞ പോലെ ചെയ്യാം. അതും ഇവിടെ എഴുതിയിട്ടുണ്ട്. ഞാൻ എഴുതിയിട്ടില്ല. മോർ ഡീറ്റെയിൽസ് ക്യാൻ ബി ആഡഡ് എന്ന് പറഞ്ഞത് എഴുതി വെച്ചിട്ടേ ഉള്ളൂ. അതായത് നേരത്തെ പറഞ്ഞ പോലെ ഇതെങ്ങനെ സംഭവിക്കുന്നത്? 40,000 അഡീഷണൽ സെയിൽസ് ചെയ്യാൻ പറ്റും. അപ്പോ ഡിവിഷൻ എക്സിന് ഒരു ബെനിഫിറ്റ് കിട്ടും, 16 രൂപയുടെ. 40,000 into 16, 6,40,000 ബെനിഫിറ്റ് കിട്ടും. പക്ഷെ ലോസ് ഇൻ കോൺട്രിബ്യൂഷൻ ഉണ്ട്. എത്രയാണ് ലോസ് ഇൻ കോൺട്രിബ്യൂഷൻ? 2,40,000 യൂണിറ്റ്സ് ഇൻറ്റു എത്രയാണ് ലോസ് ഇൻ കോൺട്രിബ്യൂഷൻ? ജിനു എത്രയാണ്? അത് വേണമെന്നില്ലല്ലോ, അതവിടെ ഡയറക്ട്ലി നമുക്ക് ആ ഫിഗർ ഉണ്ട്, നമ്മളിവിടെ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ടാവല്ലോ. ഇതല്ലടാ, ഇതല്ലേ? 48 lakhs. അപ്പൊ there is a loss in contribution 48 lakhs. അപ്പൊ ഇതിന്റെ നെറ്റ് ആണ്, ഇതിന്റെ നെറ്റ് ഡിഫറൻസ് ആണ് എത്ര വരാൻ പോണത്? 41,60,000 വരാൻ പോണത്. ഇത്രയും രൂപയുടെ ലോസ് ഉണ്ടാവും. അത് തന്നെയാണ് ഇവിടെയും പറഞ്ഞേക്കുന്നത്. പ്രോഫിറ്റ് ഓഫ് ഡിവിഷൻ എക്സ് വിൽ റെഡ്യൂസ് ഫ്രം 49,60,000 to 8 lakhs. അതായത് 41,60,000 റിഡക്ഷൻ ഉണ്ടാവും. ആ മോർ ഡീറ്റെയിൽസ് ആണ് ഞാനിപ്പോ എഴുതി കാണിച്ചത് കേട്ടോ. ഇതാണ് മോർ ഡീറ്റെയിൽസ്, എങ്ങനെ സംഭവിക്കും എന്നൊക്കെയുള്ളത്. ഓക്കെ, ഇനി ഡിവിഷൻ വൈയിൽ എന്ത് പറ്റും? ഡിവിഷൻ വൈയുടെയും ഇതേപോലെ തന്നെ ഞാൻ ആനുവൽ പ്രോഫിറ്റ് എത്രയാണെന്ന് ചെയ്ത് കാണിച്ചിട്ടുണ്ട്. ഒന്ന് നോക്കിയേക്കാം എന്താ ഡിവിഷൻ വൈയിൽ പറ്റണത്. ഡിവിഷൻ വൈ 50 റുപ്പീസിനാണ് വാങ്ങിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ കോൺട്രിബ്യൂഷൻ എത്രയാണ്? 38. ഒന്ന് ചെക്ക് ചെയ്തേക്കട്ടെ. ഡിവിഷൻ വൈ, അതെ, ഡിവിഷൻ വൈയുടെ കോൺട്രിബ്യൂഷൻ 38 ആണ്. ഇനി ഈ 50 എന്നുള്ളത് 47 ആവുമ്പോൾ കോൺട്രിബ്യൂഷനിൽ 47 into 2 ആണ്. കോൺട്രിബ്യൂഷനിൽ 6 രൂപയുടെ ബെനിഫിറ്റ് ഉണ്ടാവും എന്നാണ് ഇവിടെ പറഞ്ഞേക്കുന്നത്. സോ വെൻ ദ പർച്ചേസ് പ്രൈസ് റെഡ്യൂസ് ടു 47, എന്ത് പറ്റും? റിവൈസ്ഡ് കോൺട്രിബ്യൂഷൻ ഇറ്റ് വുഡ് ഇൻക്രീസ് ബൈ ₹6. അപ്പൊ 44 രൂപയാവും. 38 എന്നുള്ളത് 44 രൂപയാവും.
ഓക്കെ, അപ്പോ അതിന്റെ കോൺട്രിബ്യൂഷൻ, റിവൈസ്ഡ് കോൺട്രിബ്യൂഷൻ കണ്ടുപിടിച്ചു, ഫിക്സഡ് കോസ്റ്റ് മൈനസ് ചെയ്തു, ആനുവൽ പ്രോഫിറ്റ് കിട്ടി. കമ്പനിയുടെ ഓവറോൾ പ്രോഫിറ്റ് എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എ പ്ലസ് ബി ആഡ് ചെയ്താലും മതിയല്ലോ. അപ്പൊ ഫസ്റ്റ് അഭിജിത്ത് പറഞ്ഞ ആൻസറിലോട്ട് എത്തും, അല്ലെങ്കിൽ നമ്മൾ ഫസ്റ്റ് ചെയ്ത അതിലോട്ട് എത്തും. 40,80,000 അത് തന്നെയല്ലേ? എന്താ തെറ്റിപ്പോയത്? നമ്മൾ എത്ര എഴുതിയേക്കുന്നു ഇവിടെ? കറക്റ്റ് ആണല്ലോ. അല്ല, എന്തോ തെറ്റിച്ചിട്ടുണ്ടല്ലോ. നെറ്റ് ലോസ് 34,40,000 എന്ന് എഴുതിയേക്കണം അല്ലെ? അത് കറക്റ്റ് ആണോ? 75,20,000 ലോസ് എത്രയാ പറഞ്ഞേക്കണം? 34,40,000 ആണ് കുറയും എന്ന് പറഞ്ഞേക്കണത്. 34,40,000 അത് എത്രയാണെന്ന് പറഞ്ഞാണോ? 40.8. 40,80,000. കറക്റ്റ് ആൻസർ. അതായത് ഇപ്പൊ 75 lakhs ആണ്, റിവൈസ്ഡ് 40,80,000 ആയിരിക്കും. അത് തന്നെയാണ് ഇവിടെ ലാസ്റ്റ് പറഞ്ഞേക്കുന്നത്. ഓവറോൾ പ്രോഫിറ്റ് ഓഫ് ദ കമ്പനി വുഡ് ബി 40,80,000. ഓക്കെ, അപ്പൊ ഈ പറഞ്ഞ പോലെ ഇതൊന്നും കാണാതെ ഒന്നും പഠിക്കേണ്ട ആവശ്യമില്ല. ഇപ്പൊ നിങ്ങൾ പറഞ്ഞ സംഭവം തന്നെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് അനലൈസ് ചെയ്ത് എഴുതുക, അല്ലാണ്ട് ഇതേ ഓർഡറിൽ ഇതേപോലെ ഒന്നും എഴുതണമെന്നൊന്നുമില്ല. അനാലിസിസ് ആയാൽ മതി. ഇനി മൂന്നാമത്തത്, third question. In the changed scenario, discuss why the top management should intervene and advise a suitable transfer price for component JEX for resolving transfer pricing conflict, which promotes goal congruence through efficient performance of the concerned division. അപ്പൊ ഈ ചേഞ്ച്ഡ് സിനാരിയോയില് എന്തുകൊണ്ട് ടോപ്പ് മാനേജ്മെന്റ് ഇന്റർഫിയർ ചെയ്യണം, എന്നിട്ട് ഒരു സ്യൂട്ടബിൾ ട്രാൻസ്ഫർ പ്രൈസ് അഡ്വൈസ് ചെയ്യാനാണ് നമ്മളോട് പറഞ്ഞേക്കുന്നത്. ഫോർ റിസോൾവിങ് ദി ട്രാൻസ്ഫർ പ്രൈസിങ് കോൺഫ്ലിക്റ്റ് വരാത്ത രീതിയിൽ ഒരു ഇത് അഡ്വൈസ് ചെയ്യാൻ. അപ്പോൾ ഫസ്റ്റ് പാർട്ട് നമുക്ക് ക്ലിയർ ആണ്, ടോപ്പ് മാനേജ്മെന്റ് ഉറപ്പായിട്ട് ഇന്റർഫിയർ ചെയ്യണം. ബിക്കോസ് എന്തുകൊണ്ടാണ്? ഇൻ ദ ചേഞ്ച്ഡ് സിനാരിയോ, if division Y is going to purchase from the external vendors, there will be a net loss to the company അല്ലെ? എത്ര റുപ്പീസ് ലോസ് ഉണ്ടാവും? ഇപ്പൊ നമ്മൾ പറഞ്ഞു there will be a net loss of rupees 34,40,000 to the company. അതുകൊണ്ട് ഉറപ്പായിട്ടും ഇടപെടണം. പിന്നെ ഒരു ട്രാൻസ്ഫർ പ്രൈസ് അഡ്വൈസ് ചെയ്യാനാ പറയുന്നത്. അത് നിങ്ങൾ തന്നെ കണ്ടുപിടിച്ചിട്ട് പറ. ട്രാൻസ്ഫർ പ്രൈസ് പറയുമ്പോൾ നമ്മൾ എപ്പോഴും ഒരു ഫിഗർ ആയിട്ടായിരിക്കില്ല പറയാൻ പോണത്, മിനിമം ടി പി മാക്സിമം ടി പി എന്നുള്ള രീതിയിൽ പറയണം കേട്ടോ. അപ്പൊ അത് രണ്ടോന്ന് കണ്ടുപിടിച്ചേ, എന്നിട്ട് ഡിസ്കസ് ചെയ്യാം. വേരിയബിൾ കോസ്റ്റിന്റെ
കിട്ടിയാടാ? ഇതിലെ നിങ്ങളൊരു മിസ്റ്റേക്ക് വരുത്താൻ സാധ്യതയുണ്ട്, അതുകൊണ്ടാണ് ഞാൻ ചെയ്യാൻ പറഞ്ഞത്. ചെയ്തു. സഫാന കിട്ടിയോ? ഒരു മിനിറ്റ്. നിങ്ങളില്ലേ ഇപ്പൊ മിനിമം ടി പി ആയിരിക്കും കണ്ടുപിടിക്കണമെന്ന് ഞാൻ വിചാരിക്കുന്നു. മിനിമം ടി പി ഈക്വൽ ടു വേരിയബിൾ കോസ്റ്റ് പ്ലസ് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ്. നിങ്ങൾ ഇത് ചെയ്യാൻ പോണത് പെർ യൂണിറ്റ് ബേസിസിലാണോ ടോട്ടലിലാണോ ഇപ്പൊ കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുന്നത്? ടോട്ടല് കണ്ടിട്ട് പെർ യൂണിറ്റിലേക്ക് അങ്ങനെ ചെയ്യണ്ട കേട്ടോ. അതാണ് ഞാൻ പറയാൻ പോയത്. സഫാന ഒന്ന് കണക്ട് ആയിക്കോട്ടെ. സഫാന കണക്റ്റഡ് ആയടാ? അപ്പൊ ഞാനിപ്പോ ചോദിക്കണം എന്താ വെച്ച് കഴിഞ്ഞാല്, നിങ്ങളിപ്പോ മിനിമം ടി പി കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. അപ്പൊ മിനിമം ടി പി ഈക്വൽ ടു മാർജിനൽ കോസ്റ്റ് പ്ലസ് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ്. അപ്പൊ ആ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് നിങ്ങൾ പെർ യൂണിറ്റിലാണോ ചെയ്യുന്നത്, ടോട്ടലിലാണോ ചെയ്യുന്നത്? അതാണ് ഞാൻ ചോദിച്ചത്. ഞാൻ ടോട്ടലാണ് ചെയ്തത്. ടോട്ടലാണ് ചെയ്തത്. എന്നിട്ട് ടോട്ടൽ ചെയ്തിട്ട് ഡിവൈഡ് പെർ യൂണിറ്റ് ആക്കാന്നാണ് വിചാരിച്ചത് അല്ലെ? അപ്പൊ ശരിക്കും സംഭവിക്കാൻ പോണ എന്താന്ന് പറയട്ടെ. അപ്പൊ നമ്മൾ ചെയ്യാൻ പോണ എന്താ വെച്ച് കഴിഞ്ഞാൽ, അതിലൊരു പ്രശ്നമുണ്ട്. അങ്ങനെ ചെയ്യുമ്പോ നോക്ക്, നമുക്ക് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ഇവിടെ വരാൻ പോണത് എത്ര യൂണിറ്റ്സ് മേലായിരിക്കും? 20,000 യൂണിറ്റ്സിലാണോ? അല്ലല്ല, 40,000 യൂണിറ്റ്സ് അല്ലേ? 40,000 യൂണിറ്റ്സ് അല്ലടാ കട്ട് ഡൗൺ ചെയ്യേണ്ടി വന്നത്. അപ്പൊ 40,000 യൂണിറ്റ്സിന്റെ കോൺട്രിബ്യൂഷൻ വെച്ചിട്ടായിരിക്കും നിങ്ങൾ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് കണ്ടുപിടിക്കാൻ പോണത്. പക്ഷെ അതിനെ ടി പി ആക്കുമ്പോൾ ഡിവൈഡഡ് ബൈ ടോട്ടൽ യൂണിറ്റ്സ് ട്രാൻസ്ഫേർഡ് ആയിരിക്കും ചെയ്യാൻ പോണത് അല്ലെ? ടോട്ടൽ യൂണിറ്റ്സ് ട്രാൻസ്ഫേർഡ് എന്ന് പറയുന്നത് ഇവിടെ എത്ര യൂണിറ്റ്സ് ആയിരുന്നു? 240. അപ്പൊ 240 ആയിരിക്കും ചെയ്യാൻ പോണത്. അപ്പൊ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ശരിക്കും സംഭവിക്കണം എന്താ വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് വെയ്റ്റഡ് ആവറേജ് ടി പി ആണ് കണ്ടുപിടിക്കാൻ പോണത്. ഓക്കെ, നമ്മൾ കണ്ടുപിടിക്കുന്നത് വെയ്റ്റഡ് ആവറേജ് ടി പി ആയി പോകും. അപ്പോ അതിലൊരു ചെറിയ പ്രശ്നമുണ്ടാ. ഇവിടെ നമ്മൾ പറയാൻ പോണത് മിനിമം ടി പി എത്രയായിരിക്കണം, മാക്സിമം ടി പി എത്രയായിരിക്കണം, ഒരു അഡ്വൈസ് കൊടുക്കാൻ പോവാണ്. അപ്പൊ ഇങ്ങനെ ചെയ്ത എന്താ പ്രശ്നം എന്ന് പറയട്ടെ, എപ്പോഴും സെയിം യൂണിറ്റ്സ് ആയിരിക്കണം. അതായത് അടുത്ത കൊല്ലം എല്ലാം സെയിം യൂണിറ്റ്സ് ആയിരിക്കണം. ഇപ്പൊ അടുത്ത കൊല്ലം നമ്മളോട് ഡിവിഷൻ വൈ പറയാണ്, എനിക്ക് 2,50,000 യൂണിറ്റ്സ് വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് മാറും. അല്ലെങ്കിൽ യൂണിറ്റ്സ് സെയിം ആയിക്കോട്ടെ, അവര് 2,40,000 തന്നെ ചോദിക്കുന്നുള്ളൂ. പക്ഷെ നമ്മുടെ എക്സ്റ്റേണൽ ഡിമാൻഡ് അടുത്ത കൊല്ലം മാറിയ അപ്പോഴും ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് മാറും. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഇങ്ങനത്തെ അഡ്വൈസ് കൊടുക്കുന്ന സമയത്ത് ടോട്ടലിൽ ചെയ്യണതിനേക്കാളും പെർ യൂണിറ്റ് ബേസിസിൽ പറയണതാണ് നല്ലത്. കാരണം പെർ യൂണിറ്റ് ബേസിസിൽ പറഞ്ഞില്ലെങ്കിൽ ഇത് സസ്റ്റൈനബിൾ ആവില്ല. ഇത് ജസ്റ്റ് ഒരു വൺ ടൈം പ്രോസസ്സ് പോലെ ആയി പോകും. എപ്പോഴും നമ്മൾ ഈ ഫിഗർ മാറ്റിക്കൊണ്ടിരിക്കേണ്ടി വരും. അപ്പൊ ഒരു അഡ്വൈസ് കൊടുക്കുമ്പോൾ ഇറ്റ് ഈസ് ബെറ്റർ ടു കാൽക്കുലേറ്റ് ഓൺ പെർ യൂണിറ്റ് ബേസിസ്. അതായത് നമ്മൾ വെയ്റ്റഡ് ആവറേജ് ടി പി പോലെ ആക്കത്തില്ല. നമ്മൾ ഒരു യൂണിറ്റിന്റെ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എത്രയാണ് അത് വെച്ചിട്ടാണ് ഇപ്പൊ അഡ്വൈസ് കൊടുക്കാൻ പോകണം. ക്ലിയർ ആണോ? അഭിജിത്തെ മനസ്സിലാടാ? സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷന്റെ മാത്രമല്ലല്ലോ. എങ്ങനെയാടാ? സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ കോസ്റ്റിൽ ഉണ്ടാകുന്ന സേവിങ്സ് അതെങ്ങനെയാ ചെയ്യാന്നുള്ളത്? അത് ചെയ്യും, നമുക്ക് നോക്കാം. അതായത് നമ്മളിപ്പോ പറയാൻ പോണ എന്താന്ന് പറയട്ടെ, കോമ്പണന്റ് ജെക്സ് രണ്ട് രീതിയിൽ കണ്ടുപിടിച്ചാലും സെയിം ആയിരിക്കും. അതായത് കോമ്പണന്റ് ജെക്സ് ഇപ്പൊ പുറത്ത് സെല് ചെയ്യുമ്പോൾ എത്ര റുപ്പീസ് ആണ്? 50 രൂപയാണ്. പക്ഷെ ഇന്റേണലി സെല് ചെയ്യുമ്പോൾ എത്ര റുപ്പീസ് ആണ്?
4 rupees, സോറി ഇന്റേണലി സെല് ചെയ്യുമ്പോൾ എന്തിന്റെ ആവശ്യമില്ല, സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ കോസ്റ്റിന്റെ ആവശ്യമില്ല. അപ്പോൾ 50 - 4 46 rupees ആണ് മിനിമം ടി പി. ഓക്കെ, മിനിമം ടി പി ഇസ് ഈക്വൽ ടു 46. അതൊരു മെത്തേഡ്. ഇനി നമ്മുടെ മെത്തേഡ് ചെയ്തെന്ന് പറയാം വേണമെങ്കിൽ, മിനിമം ടി പി ഇസ് ഈക്വൽ ടു വേരിയബിൾ കോസ്റ്റ് പ്ലസ് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ്. അങ്ങനെ ചെയ്താലും വേരിയബിൾ കോസ്റ്റ് എടുക്കുമ്പോൾ ഇത്ര എടുത്താൽ മതി. ഓക്കെ, ഈ 4 എടുക്കണ്ട. സോ വേരിയബിൾ കോസ്റ്റ് ഇസ് 30 rupees പ്ലസ് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് പറഞ്ഞാൽ കോൺട്രിബ്യൂഷൻ ലോസ്റ്റ് അല്ലേ. സോ കോൺട്രിബ്യൂഷൻ ലോസ്റ്റ് ഓൺ എക്സ്റ്റേണൽ സെയിൽ ഇസ് 16 rupees. അങ്ങനെ ചെയ്താലും എത്ര റുപ്പീസ് തന്നെ വരും? 46 rupees തന്നെ വരും. ക്ലിയർ ആണോ അഭിജിത്തെ? ഓക്കെ, അപ്പൊ നിങ്ങൾ ചെയ്ത പോലെ ചെയ്ത് കഴിഞ്ഞാൽ 46 കുറവ് ഫിഗറേ വരുള്ളൂ. കാരണം ഈ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് 16 എന്നുള്ള രീതിയിൽ കൺസിഡർ ആവില്ല. 40,000 യൂണിറ്റ്സിന്റെ ഓപ്പർച്യൂണിറ്റി കോസ്റ്റേ കൺസിഡർ ആവുള്ളൂ. അത് ഡിവൈഡഡ് ബൈ 2,40,000 ചെയ്യുമ്പോൾ ഈ 16 എന്നുള്ളത് വളരെ ചെറിയൊരു ഫിഗർ ആയി പോകും. അപ്പോൾ അത് പക്ഷെ സസ്റ്റൈനബിൾ അല്ല. അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ അഡ്വൈസ് കൊടുക്കാത്തത്. ഓക്കെ, ജിനു ക്ലിയർ ആണോടാ? ഓക്കെ, അപ്പൊ നമുക്ക് അത് മിനിമം ടി പി ഒന്ന് ഡിസ്കസ് ചെയ്യാം. ഒന്ന് നോക്കാം എങ്ങനെ എഴുതിയേക്കണം. ആദ്യം മിനിമം ചെയ്തേക്കണം. അപ്പൊ നമുക്ക് ഒരു മിനിറ്റ്, നമ്മുടെ ക്വസ്റ്റ്യൻ ഒന്നും കൂടെ വായിക്കട്ടെ, മറന്നുപോയി. സോ ഇൻ ദ ചേഞ്ച്ഡ് സിനാരിയോ ഡിസ്കസ് വൈ ദ ടോപ്പ് മാനേജ്മെന്റ് ഷുഡ് ഇന്റർവീൻ. എന്തുകൊണ്ട് ടോപ്പ് മാനേജ്മെന്റ് ഇടപെടണം എന്നാണ് ആദ്യത്തെ പാർട്ട്. അപ്പൊ അതാണ് പറയണത്. ഇടപെടണം, ടോപ്പ് മാനേജ്മെന്റ് ഇടപെടണം. എന്തുകൊണ്ടാണ്? ബിക്കോസ് APC ക്യാൻ സഫർ എ ലോസ് ഓഫ് 3,40,000 എപ്പോ ഇഫ് ഡിവിഷൻ Y ഇസ് പ്രൊക്യൂറിംഗ് എക്സ്റ്റേണലി. ആ കോമ്പണന്റ് ജെക്സ് എന്ന് പറഞ്ഞ കോമ്പണന്റ് പുറത്തുനിന്ന് വാങ്ങിച്ച 34,40,000 ആണ് ലോസ് വരാൻ പോണം. ഓക്കെ, ഇനി ഇറ്റ് കോസ്റ്റ്, അതായത് നമ്മൾ നേരത്തെ പറഞ്ഞതിന്റെ വീണ്ടും എഴുതിയേക്കാം കേട്ടോ. 30 രൂപ ഉള്ളത് മാനുഫാക്ചർ ചെയ്യാൻ, പുറത്തുനിന്ന് വാങ്ങിക്കാൻ 47 രൂപയാണ്. അപ്പോ പക്ഷെ ഒരു പ്രശ്നമുണ്ട്. ഡിവിഷൻ എക്സ് എന്ത് ചെയ്യാൻ സമ്മതിക്കുന്നില്ല. ഡിവിഷൻ എക്സ് ഇസ് അൺവില്ലിംഗ് ടു റെഡ്യൂസ് ദ പ്രൈസ്. 50 രൂപയെന്ന് കുറയ്ക്കാൻ ഡിവിഷൻ എക്സ് സമ്മതിക്കാത്തത് വേറൊന്നും കൊണ്ടല്ല, ബിക്കോസ് ദ ഡിവിഷണൽ പെർഫോമൻസ് ഇസ് ബേസ്ഡ് ഓൺ പ്രോഫിറ്റ് മാർജിൻ റേഷ്യോ. അത് കമ്പനിയുടെ പ്രോഫിറ്റ് മാർജിൻ റേഷ്യോ ബേസ് ചെയ്താണ് അവർ പെർഫോമൻസ് കൊടുക്കുന്നത്, പെർഫോമൻസ് മെഷർ ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇടപെടണം എന്നാ പറഞ്ഞേക്കുന്നത്. ഇനി നമ്മൾ റേഞ്ച് ഓഫ് ടി പി കണ്ടുപിടിക്കാൻ പോവാം. സോ റേഞ്ച് ഓഫ് ടി പിയിൽ മിനിമം ടി പി. ഓക്കെ, അപ്പൊ ഞാൻ അതൊന്ന് ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോ ഡിവിഷൻ എക്സ് ഫുൾ കപ്പാസിറ്റിയിലാണ് വർക്ക് ചെയ്യണത്. അതിൽ 2,40,000 ഡിവിഷൻ വൈക്കും ബാലൻസ് എക്സ്റ്റേണൽ മാർക്കറ്റിലുമാണ് സെല് ചെയ്യണത്. ഇനി മിനിമം ടി പി എന്ന് പറഞ്ഞാൽ എന്താണ്? മാർജിനൽ കോസ്റ്റ് പ്ലസ് കോൺട്രിബ്യൂഷൻ ലോസ്റ്റ് ഓൺ എക്സ്റ്റേണൽ സെയിൽ ആണ്. സോ മാർജിനൽ കോസ്റ്റ് 30, കോൺട്രിബ്യൂഷൻ ലോസ്റ്റ് ഓൺ എക്സ്റ്റേണൽ സെയിൽ 16. സോ ഇത് രണ്ടും കൂടെ ആഡ് ചെയ്തിട്ടാണ് 46. വേറൊരു രീതിയിലും കൂടെ വേണമെങ്കിൽ പറയാം. എക്സ്റ്റേണൽ സെയിൽ 50 ആണ്. അപ്പൊ ആ 50 അല്ലെ മിനിമം, നമ്മൾ നേരത്തെ ഞാൻ പഠിപ്പിച്ചില്ലേ, മിനിമം ടി പി വിൽ ബി ഈക്വൽ ടു എക്സ്റ്റേണൽ സെല്ലിംഗ് പ്രൈസ്. അതേ 50 ആണ്. പക്ഷെ ഈ ക്വസ്റ്റ്യനിൽ ഓൺ ഇന്റേണൽ ട്രാൻസ്ഫർ ദർ ഇസ് എ സേവിങ്സ് ഓഫ് ₹4 സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ കോസ്റ്റ് വരുന്നില്ല. അപ്പൊ അതുകൊണ്ട് ആ 50 രൂപയെന്ന് 4 രൂപ മൈനസ് ചെയ്താൽ 46. അങ്ങനെ വേണമെങ്കിലും മിനിമം ടി പിയിൽ അറൈവ് ചെയ്യും. അതാണ് ഇവിടെ പറഞ്ഞേക്കുന്നത്. ഓക്കെ, ഇനി ഞാൻ ഇവിടെ ഒരു കാര്യം കൂടി എഴുതിയിട്ടുണ്ട്. എന്തുകൊണ്ടാണ് നമ്മുടെ ശരിക്കുള്ള ഫോർമുല, ആ ടോട്ടലിനെ ബേസ് ചെയ്തിട്ടുള്ള ഫോർമുല ഉപയോഗിക്കാത്തത് എന്തുകൊണ്ടാണ്? ബിക്കോസ് അത് ലോങ് ടേമിൽ നമുക്ക് സസ്റ്റൈനബിൾ ആയിട്ട് ചെയ്യാൻ പറ്റത്തില്ല. കാരണം ഡിമാൻഡ് ഒക്കെ ഇൻക്രീസ് ആവാൻ സാധ്യതയുണ്ട്. ഇപ്പൊ എക്സ്റ്റേണൽ ഡിമാൻഡ് 3 lakh അല്ലേ, അത് ചിലപ്പോൾ ഇൻക്രീസ് ആവാൻ സാധ്യതയുണ്ട്. അങ്ങനെ ഇൻക്രീസ് ആയി കഴിഞ്ഞാൽ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് മാറും. സോ ഇറ്റ് ഇസ് നോട്ട് സസ്റ്റൈനബിൾ. ഓക്കെ, ശരി. അപ്പൊ നിങ്ങളെ കൊണ്ട് ഇപ്പൊ എഴുതിയെടുക്കണില്ല, ഇത് ഞാൻ ഷെയർ ചെയ്തേക്കാം, എഴുതിയെടുക്കണ്ട. അടുത്തത് ജിനു പറയടാ, മാക്സിമം ടി പി പറ നോക്കിയിട്ട്. മാക്സിമം ടി പി is lower of NMR and external buying price. എന്നിട്ട് NMR എത്രയാണ്, എക്സ്റ്റേണൽ ബൈയിങ് പ്രൈസ് ഒക്കെ എത്രയാണെന്ന് പറഞ്ഞു.
എത്രടാ? ജിനു ചെയ്യല്ലേ? ഉണ്ടല്ലോ അല്ലേ? കണക്ഷൻ പോയിട്ടൊന്നുമില്ലല്ലോ. ഹലോ ജിനു? ജിനുവിന്റെ എന്തോ പ്രശ്നമുണ്ടെന്ന് തോന്നുന്നു. ഓക്കെ, സഫാന ചെയ്തടാ, നീ പറഞ്ഞാൽ മതി. 42 ആണ്. 42 ആ? ആ ഇതെന്താ എക്സ്റ്റേണൽ ബൈന്? ഇത് എന്ത് സാധനം 42? സെല്ലിംഗ് പ്രൈസ് മൈനസ് NMR. NMR 42 ആണോ? എങ്ങനെയാന്ന് പറഞ്ഞേ? 180 minus 22 other material, 13 direct labor, manufacturing overhead 5, selling and distribution 2. പോരല്ലോ, 42 ഒന്നും ആയിരിക്കില്ലല്ലോ. കാരണം പ്രോഫിറ്റ് നേരത്തെ തന്നെ കോൺട്രിബ്യൂഷൻ 38 ഉണ്ട്, അതിൽ 100 രൂപ നിങ്ങൾ ഇപ്പൊ അവോയ്ഡ് ചെയ്ത്. ഒന്നും കൂടെ മൈനസ് ചെയ്ത് നോക്കി. $138 അല്ലേ? അതെ 48 എക്സ്പെൻസ് ആയിരുന്നു. എനിക്ക് തെറ്റിയത്, അങ്ങോട്ട് ഫിഗർ മാറിയത്. ഓക്കെ, അപ്പൊ 138 ആണ്. പക്ഷെ 138 അല്ല NMR. ഡിവൈഡഡ് ബൈ 2. ഡിവൈഡഡ് ബൈ 2. 69 ആണ് NMR. ക്ലിയർ ആണോടാ അഭിജിത്തെ? സാർ 47 എക്സ്റ്റേണൽ പേയ്മെന്റ്സും എക്സ്റ്റേണൽ 47-ഉം 69-ഉം അല്ലേ? ഓക്കെ, അപ്പൊ നമുക്ക് വെറുതെ നോക്കിയേക്കാം പറഞ്ഞ സാധനം കറക്റ്റ് ആണോ. അപ്പൊ അത് തന്നെ 69 ആണ് NMR. കാരണം 138 കിട്ടും. അതായത് 138 പക്ഷെ പെർ യൂണിറ്റ് ഓഫ് ജെക്സ്റ്റിൻ ആണ്. അപ്പൊ NMR എന്ന് പറയണത് NMR is 138 പെർ യൂണിറ്റ് ഓഫ് ജെക്സ്റ്റിൻ ആണ്. സോ ഫോർ ഈച്ച് യൂണിറ്റ് ഓഫ് ജെക്സ് കമ്പനിക്ക് എത്ര രൂപ അവോയ്ഡ് ചെയ്യാൻ പറ്റും? 138 ഡിവൈഡഡ് ബൈ 2, 69 റുപ്പീസ് അഫോർഡ് ചെയ്യാൻ പറ്റും. എക്സ്റ്റേണൽ ബൈങ് പ്രൈസ് 47 ആണ്, അതുകൊണ്ട് മാക്സിമം TP 47. ഓക്കെ, അപ്പൊ റേഞ്ച് എന്ന് പറയുന്നത് എത്രയാണ്? നമ്മൾ ആദ്യം പറഞ്ഞത് 46 ആയിരുന്നോടാ? ഞാൻ ഓർക്കുള്ളല്ലോ. 46. അപ്പൊ മിനിമം TP 46, മാക്സിമം 47. ഇതാണ് റേഞ്ച്. അതിന്റെ ജസ്റ്റ് റിസൾട്ട് കൂടെ പറഞ്ഞിട്ടുണ്ട്. ഒരു മിനിറ്റ്, നമ്മളോട് ഡിസ്കസ് എന്നൊക്കെയല്ലേ പറഞ്ഞേക്കുന്നത്, അതുകൊണ്ട് ആ റിസൾട്ട് എന്തൊക്കെയായിരിക്കും, എല്ലാവരും അക്സെപ്റ്റ് ചെയ്യോ ഇല്ലേ എന്നൊക്കെയുള്ള കാര്യം പറഞ്ഞിട്ടുണ്ട്. ഒന്ന് എക്സിന്റെ കാര്യം. 46 വെച്ചാൽ എന്താണ് ഗുണം? എന്താണ് 46 വെച്ച് കഴിഞ്ഞാൽ ഡിവിഷൻ എക്സിന് സെയിം കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ് കിട്ടും. ഇപ്പൊ എക്സ്റ്റേണൽ സെയിലിൽ നിന്ന് എത്ര രൂപയാണോ അത്രയും കോൺട്രിബ്യൂഷൻ തന്നെ ഡിവിഷൻ എക്സിന് കിട്ടും. ബിക്കോസ് നമ്മൾ അങ്ങനെയല്ലേ കണ്ടുപിടിച്ചത്. അപ്പൊ സെയിം 16 റുപ്പീസ് കിട്ടണോണ്ട് ഡിവിഷൻ എക്സിന് ഒരു പ്രോബ്ലം ഇല്ല. ഡിവിഷൻ എക്സ് വിൽ ബി വില്ലിംഗ് ടു ട്രാൻസ്ഫർ ദ യൂണിറ്റ്സ് ടു ഡിവിഷൻ വൈ. ഡിവിഷൻ എക്സിന് യാതൊരു ലോസും ഇല്ല. ഡിവിഷൻ വൈക്ക് ആണെങ്കിലോ, ഡിവിഷൻ വൈക്ക് 47-നേക്കാളും എന്ത് താഴെ വെച്ചാലും ഡിവിഷൻ വൈക്ക് ബെനിഫിഷ്യൽ ആണ്. ഓക്കെ, അല്ലല്ല 47 അല്ലേ? എക്സ്റ്റേണൽ മാർക്കറ്റ് പ്രൈസ് 47 ആണ്. സോ 47 അല്ലെങ്കിൽ അതിൽ താഴെ വെച്ചാൽ എന്ത് വെച്ചാലും ഡിവിഷൻ വൈക്ക് ബെനിഫിഷ്യൽ ആണ്. കാരണം അതിന് പ്രോഫിറ്റ് മാർജിൻ കൂടുതലല്ലേ കിട്ടുള്ളൂ. 46 ഒക്കെ വെച്ച് കഴിഞ്ഞാൽ അതിന് ഭയങ്കര ബെനിഫിഷ്യൽ ആണ്. 47 വെച്ചാൽ അതിന് നോ പ്രോഫിറ്റ് നോ ലോസ് എന്ന് പറയുന്ന പോലത്തെ സിറ്റുവേഷൻ വരും. ഓക്കെ, അപ്പോൾ എക്സിന് ഓക്കെയാണ്, വൈക്ക് ഓക്കെയാണ്. ഇനി കമ്പനിക്ക് 30 രൂപയെ വരുവുള്ളൂ ഈ സാധനം ഉണ്ടാക്കിയെടുത്ത. അതുകൊണ്ട് പുറത്തുനിന്ന് വാങ്ങിക്കുന്നതിനേക്കാളും എന്തുകൊണ്ടും ബെനിഫിറ്റ് ഇൻഹൗസ് പ്രൊഡക്ഷൻ ആണ് കമ്പനിയുടെ പോയിന്റ് ഓഫ് വ്യൂവില്. ക്ലിയർ അല്ലേ? 30 രൂപ എന്താണെന്ന് മനസ്സിലായില്ല? വേരിയബിൾ കോസ്റ്റ് ഓഫ് ജെക്സ് ആണ്. അത് 30 രൂപയുള്ളൂ. വേരിയബിൾ കോസ്റ്റ് 30 രൂപയല്ലേ?
അതെ, നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചാണ് വേരിയബിൾ കോസ്റ്റ് 30 ആണ്. അപ്പോൾ പുറത്തുനിന്ന് 47 രൂപയ്ക്ക് വാങ്ങിക്കുന്നേക്കാളും എന്തുകൊണ്ടും കമ്പനിക്ക് ബെനിഫിറ്റ് അത് ഇൻ ഹൗസ് പ്രൊഡ്യൂസ് ചെയ്യണം. അപ്പൊ വിൻ വിൻ സിറ്റുവേഷൻ ആണ്, എല്ലാവർക്കും ബെനിഫിറ്റ് ആണ്. ഡിവിഷൻ എക്സ്, ഡിവിഷൻ വൈ, കമ്പനി. അപ്പൊ ഇതാണ് ആൻസർ. ക്ലിയർ അല്ലേ?